അവിടേക്ക് എന്റെ തോന്നിയാസത്ര കൂടുന്നുണ്ട് കേട്ടോ. എന്താ നീ എന്താണ് ഞങ്ങളെ പൊതുവാസാനെ പറ്റി പറഞ്ഞത്? ഏത് പൊതുവാള്? അറിയില്ലല്ലേ? ഞങ്ങള് ബോർഡ് മെമ്പർ ശ്രീകണ്ഠ പൊതുവാൾ. ഞങ്ങള് ബോർഡ് മെമ്പർമാരെ പറ്റി പറയാൻ ഇവിടെ പറ വെക്കുന്ന എനക്ക് എന്താണ്ട് അധികാരം? എന്താണ്? വെറുതെ ഒച്ച വെക്കണ്ട. അയാളെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുഖത്ത് നോക്കി കള്ളത്തരം പറയുന്നു. എന്തൊരു കഷ്ടമാ ദൈവം ഇത്. അയാൾ കറ്റെന്നും ജീവനക്കാരെ പറ്റിച്ചെന്നും പറയാ. ഇവിടുത്തെ കുപ്പി വാരി നടക്കുന്ന ഈ ആരാണ്ടാ? ഇവൻ ആരാവേ? അത് നിങ്ങൾ അന്വേഷിക്കണ്ട. വാസുവേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലേ? എന്ത് സത്യടാ? ഇല്ലാത്ത പരാതി പറഞ്ഞിട്ട് ആ സ്ഥാനം അവൻ തട്ടിയെടുക്കണം. എന്നിട്ട് ബോർഡ് മെമ്പറും സെക്രട്ടറി ഒക്കെ ആവണം. അപ്പോൾ ഇവിടെ മനസ്സിൽ വെച്ചാൽ മതി എന്താ? അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളാ. എന്താണടാ നിങ്ങളൊക്കെ പടത്തിൽ തീരുമാനിക്കേ? ഞങ്ങളെ ബോർഡ് മെമ്പർമാരെ പറ്റി തോന്നിയാസം പറഞ്ഞാൽ അണപ്പ ഞാൻ തീർപ്പി. പിന്നെ എന്താണ് പിന്നെ വേണ്ട, അയാളൊന്നും ചെയ്യണ്ട. ഏടാ ഒരൊറ്റൊന്നും ഞാൻ വെറുതെ വിടുന്നില്ല. കാണിച്ചു തരാം. ഇത് കയ്യാത്തനാണ്, കയ്യാത്ത്. മൂത്തോർത്തമോ കയ്യാത്തനാണ്. അയാൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു വിചാരിച്ചു നിങ്ങൾ അതിലേക്ക് കയറി ഇടപെട്ടുന്നില്ല. വാസുവിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ നോക്കിയിട്ടില്ല. അവന്റെ ഒരു ശ്രീകണ്ഠ പൊതുവാൾ. അയ്യോ എന്താ ഇത്? കള്ളപ്പന്നി അടിച്ചതിന്റെ മുന്നിൽ ഷെയ്റ്റ് മാറ്റും. കരിയാത്തൻ ഇത് ഞാൻ പറഞ്ഞല്ലോ സാർ. അവന്മാര് സാറിനെ പറ്റി പറഞ്ഞ എന്നിട്ട് എനിക്കൊരു 6 കിട്ടി. എന്നിട്ട് തൊഴിൽ സാറിനെ പച്ചത്തെറി പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. കള്ള മൂലാച്ചി, എരപ്പ്, നാണം കെട്ട നായെ. സെക്രട്ടറി എന്നും പറഞ്ഞ് ബോർഡ് കയറി ചെയർമാന്റെ ചെരുപ്പൂരി നക്കണം നാളെ. ഇങ്ങനെ തന്നെയാ ഞാൻ അവരോട് പറഞ്ഞത് നിർത്താൻ. അതിനാണ് അവരെന്നെ ചവിട്ടി പിഴട്ടി പബ്ലിക് റോഡ് കൂടിയിട്ട് വലിച്ചത്. സാറേ പിന്നെ കേട്ട തോന്നിയാസൊന്നും ഇവിടെ പറയാൻ കൊള്ളൂല. പറയണൊരു പറയട്ടെ, നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പാപ്പൻ വേലായുധന്റെ കാര്യത്തിൽ ഇവിടെ ഉള്ളവർക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ എന്റെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം വരുമെന്ന് കരുതിയില്ല. അവർക്കെന്നെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കല്ലേ വേണ്ടൂ. അതിനു മുമ്പ് തന്നെ ഈ ഭാരം ഞാനങ്ങോട്ട് ഇറക്കി വെച്ചേക്കാം. അച്ഛന്റെ മരണം കഴിഞ്ഞ് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഓഫീസിലെത്തുന്നത്. അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ രാജിക്കത്തും. ഇല്ല മിസ്റ്റർ പൊതുവാൾ, ഞാനിത് സ്വീകരിക്കില്ല. അങ്ങനെ പറയരുത് മാഡം. ബോർഡ് മെമ്പർമാരിൽ താങ്കളെപ്പോലെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ കുറയും. മറ്റുള്ളവരുടെ ഉദ്ദേശം ഏറെക്കുറെ എനിക്കറിയാം. ദേവസ്വത്തോട് കൂറുള്ള ഒരാളെങ്കിലും വേണ്ടേ അതിൽ? എന്റെ അപേക്ഷയാണ്. ഇത് തിരിച്ചു വാങ്ങിക്കൂ. എന്നെ നിർബന്ധിക്കരുത് മാഡം. ഇനി ഈ ബോർഡ് മെമ്പർ സ്ഥാനം തുടരാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സ്ഥാനത്തേക്ക് വേറൊരാളെ ഇവിടെ ഉള്ളവർ തന്നെ തിരഞ്ഞെടുത്തോളൂ. എന്നോട് ക്ഷമിക്കണം. ഉത്സവത്തിന് മുമ്പായി കണക്കുകളെല്ലാം ശരിയാക്കണം. ഇനി അതിന്റെ പേരിൽ ഒരു പൊല്ലാപ്പുണ്ടാകണ്ട. എന്താ? ഞാനൊന്ന് കാണണമെന്ന് വെച്ചിട്ട് ഓഫീസിൽ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? ഒരാളുടെ ജോലിക്കാര്യമാണ്. തിരുവേണിയും തുടങ്ങിയോ ശുപാർശ? നിയമനത്തിന്റെ കാര്യത്തിൽ ചെയർമാന്റെ ഭാഗത്ത് ഇപ്പൊ തന്നെ ആക്ഷേപമുണ്ട്. എന്നാലും തിരുവേണി പറഞ്ഞ സ്ഥിതിക്ക് നോക്കാം. ആരാള്? മുമ്പ് ആഖ്യത്വവും ജന്മിത്വവും ഒരുമിച്ച് എന്ന ഒരു ഇല്ലത്തെ പ്രജയാണ്. നിത്യവൃത്തിക്ക് എന്നെ കട്ടിയായി. പേര് കിഴക്കേടത്തെ ബ്രഹ്മദത്തൻ. എന്താ? ഒന്നുമില്ല. അദ്ദേഹത്തോട് വൈകിട്ട് എന്നെ വന്ന് കാണാൻ പറയും. ഞാൻ വീട്ടിലുണ്ടാവും. ഡ്രൈവർ, എന്താ?
എന്നോട് തന്ത്രി പറഞ്ഞു ഇവിടെ വന്ന് കാണാൻ. ജോലിയുടെ കാര്യം? അതെ. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ ഇരിക്കണം. ദേവസ്വം പുതുതായി നിയമനം നടത്തുന്ന ജീവനക്കാർക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്നല്ലോ. ഉവ്വ, തന്ത്രി എല്ലാം പറഞ്ഞിരുന്നില്ലേ? ഇവിടുന്ന് എന്നെ ഒന്ന് സഹായിക്കണം, എന്തെങ്കിലും ഒരു പണി. എന്ത് പണിയാവാം? നാട് മുഴുവൻ സംബന്ധം ചെയ്ത് കാലം കഴിച്ച നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ വശമുണ്ടോ? അതൊക്കെ പറഞ്ഞെന്നെ നോവിക്കല്ലേ. ഇല്ലത്തെ കാര്യം വളരെ കഷ്ടത്തില്. ഞാൻ അവിടുത്തെ കാല് പിടിക്കാം. അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹത്തെ? മൂത്തേടത്ത് പൂമുള്ളി മണിക്കിലെ വലിയ തിരുമേനി സർവശ്രീ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്. തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന ബഹുമതി എനിക്ക് നേടുന്ന എന്റെ അച്ഛൻ തിരുമേനി. അമ്മയ്ക്ക് മതിയായില്ലേ? ഇനി വേണ്ട, ഒന്നും പറയണ്ട, പോകത്ത്. നിന്നോട് പോകാനാണ് പറഞ്ഞത്. വാസു വെറുതെ നിന്ന് നേരം കളയണ്ട. ഇനി ഈ കാര്യം പറയാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. തിരുമേനി ഒന്നുകൂടി ആലോചിച്ച്. ആലോചനയൊക്കെ കഴിഞ്ഞിരിക്കണം. ദേവസ്ഥാനത്ത് എന്ത് പണിയുന്നതിനും ചില വിധികളുണ്ട്. അതിൽ വിശ്വാസമില്ലാത്തവർ കാണിക്കുന്ന തോന്യാസങ്ങള് കണ്ടു സഹിക്കാനൊക്കില്ല. ഇയാള് പൊയ്ക്കൊള്ളൂ, എനിക്കിവിടെ ജോലിയുണ്ട്. സന്ധ്യാവൻ നനച്ച് നേരായി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അമ്പലക്കുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. കൈവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ
നദിയായി കുളിരലയിളകും നിനവിൽ അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. വേലി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. വേലി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീതളമായി തിരുമലരടികളിൽ വീണന്നമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. എന്താണ് ഇവിടെ പെൺകുട്ടികളെ ഒളിഞ്ഞും പാളിയും നോക്കി രസിക്കുന്നത് ഏഭ്യത്തരാ. ഞാനിവിടെ തിരുമേനിയെ തന്റെ മേനി ഞാനൊന്ന് തിരുമ്മി വിടും. ഇതേമാതിരി കുളക്കടവിലും കണ്ടല്ലോ തന്നെ. പൊയ്ക്കോളൂ, ഇവിടെ ഒന്ന് വട്ടം കിടക്കണ്ട, പൊയ്ക്കൊള്ളുക. നിങ്ങളെ കണ്ടോണ്ടാ ഞങ്ങൾ ഈ കോൺട്രാക്ട് പണി തുടങ്ങിയത്. അങ്ങോട്ട് തരാനുള്ളതൊക്കെ തന്നും കഴിഞ്ഞു. പണി തുടങ്ങുന്നത് നീണ്ടുപോയാൽ വലിയ നഷ്ടമാവും. നിങ്ങൾ പോ, നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ. ശേഖരേട്ടനെ വിശ്വസിച്ച് ഞങ്ങൾ പോവാണ്. ഇനിയൊരു അവധി പറയരുത്. ആ ശിവൻ, ബന്ധുക്കളെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ. മിസ്റ്റർ പത്രോസ്, അബ്കാരി, പോട്ട് കമ്പനി, കോൺട്രാക്ട്, അങ്ങനെ പലതും ഉണ്ട്. കണ്ടതിൽ സന്തോഷം. അപ്പൊ ഞങ്ങൾ വരട്ടെ. ആ ഈ കള്ളക്കടത്തുകാരും ഗുണ്ടകളുമായിട്ടൊക്കെ നമ്മൾ എന്തിനാ ഇടപെടുന്നത്? ഇന്നലെ വരെ പാർട്ടിയെ തള്ളി പറഞ്ഞവരായിരുന്നില്ല ഇവര്. ശേഖരേട്ടൻ അറിയാലോ, എന്റെ ചെറിയച്ഛൻ എന്ന് പറയുന്ന തെണ്ടി അടക്കം എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ശിവൻ, രാഷ്ട്രീയത്തിൽ സ്ഥായിയായ വൈരാഗ്യം പാടില്ല. സൗകര്യപൂർവ്വം ശത്രുക്കളെ മിത്രങ്ങളാക്കാം, മിത്രങ്ങളെ ശത്രുക്കളാക്കാം. പിന്നെ തന്ത്രിയുടെ കാര്യം എന്തായി? അയാൾ അടുക്കുന്ന ലക്ഷണമില്ല. എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്താ? വാ പറയാം. എന്തിനാടോ ഇങ്ങനെ വെപ്രാളം പിടിച്ചോടുന്നത്? ഒന്ന് നിന്നേ ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു കാര്യം കേൾക്കണ്ട. ഇങ്ങനത്തെ വർത്താനൊന്നും കേൾക്കാൻ പാടില്ല. അത് കേട്ടിട്ടില്ലാത്തോണ്ടാ. ആദ്യം എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാ പറയാറ്. ഒരു പ്രാവശ്യം കേട്ട് കഴിയുമ്പോ ഒരു കുഴപ്പമില്ല, അത് മനസ്സിലായിക്കോട്ടെ. എന്താ കുട്ടി ഇത്? കുട്ടിക്ക് പറഞ്ഞ മനസ്സിലാവും. പെൺകുട്ടികളുടെ ചണ്ടിത്തരം കാണിക്കുക. അടിച്ച് കുളക്കടവിലും അമ്പലത്തിലും എവിടെ കണ്ടാലും തുറച്ചു നോക്കി നിൽക്കും. ശല്യാച്ചായാല്. ഇനി ഒന്നും പറയണ്ട. നടന്നത് നടന്നു. ആളറിഞ്ഞ് നമുക്ക് തന്നെയാ ദോഷം. നിന്റെ പെൺകുടി ഉറപ്പിക്കാൻ ചിത്രന്റെ ഇല്ലത്തിൽ നാളെ ആളിങ്ങെത്തും. അതുകൊണ്ട് അവനെ അങ്ങ് വെറുതെ വിടാന്ന് വെച്ചാ. അല്ലാണ്ട് എന്താ ചെയ്യുക? ചോദിക്കാൻ പോയാൽ ആളുകൾക്ക് വേറെ പറയാനുണ്ടാവും. അയാൾ പാർട്ടിക്കാരുടെ ആളാ. അവരോട് നമ്മൾ കൂട്ടിയാ കൂടുമോ? മേലാൽ അവനവൻ സൂക്ഷിക്കുക, അത്ര തന്നെ.